ഇടുക്കി ജില്ലയിലെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മനോഹര മുഖങ്ങളിലൊന്നായ പരുന്തുംപാറയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. കേരളത്തിൻ്റെ ഹൈറേഞ്ച് മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത സൗന്ദര്യം. മേഘങ്ങളും കാറ്റും പ്രകൃതിയും ഒരുമിച്ച് സംഗീതം പൊഴിക്കുന്ന ഒരിടം. അതെ, അതാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം. പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും വ്ളോഗർമാർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സ്ഥലം. ഇവിടെയുള്ള പറക്കുന്ന കഴുകനെപ്പോലെ തോന്നിക്കുന്ന പാറയുടെ രൂപത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു പേര് ഈ സ്ഥലത്തിന് കൈവന്നത്. മലയിടുക്കുകളും താഴ്വരകളും ദൂരെയായി പരന്നു കിടക്കുന്ന കൃഷിത്തോട്ടങ്ങളുമെല്ലാം ഒരുമിച്ച് കണ്ണുകൾക്കൊരു വിരുന്നായി മാറുന്നു. ഏറെ വിശാലമായ പ്രകൃതിയുടെ ക്യാൻവാസിൽ മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങളും കുളിരുകോരുന്ന ഇളം തെന്നലും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. സായാഹ്ന സൂര്യൻ പൊൻപ്രഭ ചൊരിഞ്ഞ് ഈ പ്രകൃതിയെ വർണ്ണാഭമാക്കുന്ന കാഴ്ച കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല. കാരണം ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ പ്രഭാതവും പ്രദോഷവും ഒരുപോലെ സുന്ദരമാണ്. സൂര്യൻ മലമടക്കുകളിൽ മേഘങ്ങൾക്കിടയിൽ നിന്നും ഉദിച്ചുയരുന്നത് കാണുമ്പോഴുള്ള ദൃശ്യ സൗന്ദര്യം വർണ്ണനാതീതമാണ്. കൂടാതെ ഈ പ്രദേശം ചായത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. പച്ചപ്പിൻ്റെ പരവതാനി പോലെ വിരിഞ്ഞിരിക്കുന്ന ഈ തോട്ടങ്ങൾ സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്നു. മഴക്കാലത്തും മഞ്ഞുകാലത്തും പരുന്തുംപാറയുടെ സൗന്ദര്യം ഇരട്ടിയാകും. മേഘങ്ങൾ താഴേക്കിറങ്ങി മലകളെ മൂടുമ്പോൾ നമുക്ക് മുന്നിലൊരു സ്വപ്നലോകം വരികയായി. ഇവിടുത്തെ പ്രകൃതിയുടെ ശാന്തതയും ഈ അന്തരീക്ഷവും ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ കുളിര് കോരിയിടുന്നു. ഇവിടെ എത്തിയ സന്ദർശകർ ഉണ്ടാക്കുന്ന ഒച്ചപ്പാടുകൾക്കിടയിൽ പ്രകൃതിയിൽ നിന്ന് വരുന്ന മനോഹരമായ ശബ്ദം ശ്രവിക്കൂ. കേട്ടല്ലോ, സത്യത്തിൽ പ്രകൃതിയിൽ നിന്ന് പഠിക്കുക നമ്മൾ പ്രകൃതി ഇതെത്ര മനോഹരം എന്ന് പാടിയതുകൊണ്ടായില്ല. കാട്ടിലും മേട്ടിലും സന്ദർശനം നടത്തുമ്പോൾ അവിടെ പ്രകൃതി ആവോളം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ഓടുകയാണ്. ജീവിതത്തിലുടനീളം നമ്മൾ മരണപ്പാച്ചിൽ നടത്തുകയാണ്. ഈ കാഠിന്യമേറിയ വേനൽക്കാലത്തും സായം സന്ധ്യയിൽ ഇവിടെ വീശുന്ന കുളിർക്കാറ്റേറ്റ് അല്പസമയം നിശബ്ദമായിരുന്ന് ഈ പ്രകൃതി ആസ്വദിക്കുന്ന ആരെയും ഞാനിവിടെ കണ്ടില്ല. പ്രകൃതിയുടെ മനോഹാരിതയും ശാന്തമായ അന്തരീക്ഷവും ഒരുമിച്ച് ചേരുന്ന ഈ അത്ഭുത ഭൂമി നമ്മെ ഇവിടേക്ക് വീണ്ടും വീണ്ടും വരാൻ കൊതിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോൾ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. അത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാവാം അധികൃതർ നല്ല നിലയിൽ കൈവരികൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നല്ലൊരു നടപ്പാതയും വിശ്രമ കേന്ദ്രവും അനുബന്ധമായുണ്ട്.
ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന തട്ടുകടകൾ ഈ മലമുകളിലുണ്ട്. സന്ധ്യയോടടുക്കുമ്പോൾ ഈ പ്രദേശം മഞ്ഞ് മൂടി വരികയാണ്. കാഞ്ഞിരപ്പള്ളി തേക്കടി ഹൈവേക്കടുത്ത് പശ്ചിമഘട്ടത്തിൽ 3600 മുതൽ 4700 അടി വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് ഏതാണ്ട് അടുത്താണ് ശബരിമല വനഭൂമി. വെയിലുള്ള പകൽ സമയങ്ങളിൽ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. വയനാടിനെ അപേക്ഷിച്ച് വേറെ KSRTC ഉല്ലാസയാത്രയിൽ നടത്തിയ ഈ ഗ്രൂപ്പ് ടൂറിൻ്റെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.